എസ് അരുൺകുമാറിന് രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി വേണ്ടത്. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ നിയമപരമായ സാധ്യതകൾ ഏതൊക്കെ രൂപത്തിലാണ്, ഇനിയും കോടതിയിലേക്ക് പോകാം, ഭരണഘടനാ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത് നിങ്ങളുടെ കാലത്ത് തന്നെ കൊണ്ടുവന്നതാണ്, നായനാരുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമം അതുപോലെ പ്രധാനമന്ത്രിയെ കൂടി ലോക്പാലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പ്രസംഗിച്ച പിണറായി വിജയൻ പ്രസംഗിച്ച ആ ബൈറ്റൊക്കെ ഇപ്പോഴും എയറിലുണ്ട്. അത് ആ കാലത്ത് നായനാരുടെ കാലത്താണ് ആ പ്രതികരണം പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നത്. അപ്പോൾ അത് സ്വയം അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഇതൊക്കെ മറക്കുകയും വേറൊരു രൂപത്തിൽ പ്രവർത്തിക്കുകയും തൻ്റെ നേരേക്ക് വരരുത് എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. സാധാരണ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ. ഇവിടെ സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞത് നിയമ പോരാട്ടങ്ങൾ നടക്കും, ഭരണഘടനാ വിരുദ്ധം എന്ന രൂപത്തിലാണ്. എനിക്ക് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആ വാദത്തോട് പൂർണ്ണമായി തന്നെ ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന് വിരുദ്ധമായി ഒരു സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും നിയമം പാസാക്കാൻ പറ്റില്ല. ലോക്പാൽ നിയമം പാസാക്കുമ്പോൾ ആ ലോക്പാൽ നിയമത്തെ തന്നെ സംസ്ഥാന നിയമസഭകൾക്ക് നിയമം പാസാക്കാം എന്ന് പറഞ്ഞിരിക്കെ ആ ലോക്പാൽ നിയമത്തിന് വിരുദ്ധമായി ഇവിടെ ഒരു തരത്തിലും നമുക്ക് നിയമം നിർമ്മിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ അയോഗ്യരാക്കാൻ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 1952 പ്രകാരം മാത്രമേ പറ്റൂ. അത് ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ജനപ്രതിനിധികളെ അയോഗ്യരാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ നിയമത്തിൽ ഇത് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ കാലോചിതമായി ഏതെങ്കിലും ഒരു നിയമവിരുദ്ധതയോ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളോ ബോധ്യപ്പെട്ടാൽ ആ നിയമത്തെ കാലോചിതമായി പുതുക്കി അത് ഭരണഘടനാ വിധേയമാക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ കടമയാണ്. ആ കടമയാണ് ഇവിടെ നിർവഹിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ 28 സംസ്ഥാനമുണ്ട്. വിശദീകരിക്കാമോ? യെസ്, കാലോചിതം എന്ന് പറയുന്നതിനെ ഒന്ന് വ്യാഖ്യാനിക്കാമോ? 28 സംസ്ഥാനങ്ങളുണ്ട്. യെസ്, ഞാൻ പറയാം. ഇന്ത്യയിൽ 28 സംസ്ഥാനമുണ്ട്. ഈ കേരളം ഒഴിച്ച് 27 സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ലോകായുക്ത നിയമത്തിൽ ലോകായുക്തയ്ക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാം, അതിൽ തീരുമാനമെടുക്കാം. അങ്ങനെ തീരുമാനം വന്നാൽ ഫോർത്ത് വിത്ത് അപ്പോൾ തന്നെ അവർ അയോഗ്യരാക്കും എന്നൊരു നിയമം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. ലോക്പാൽ നിയമത്തിലില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ ലോകസഭയാണ് പരിഗണിക്കേണ്ടത്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംസ്ഥാന നിയമസഭയാണ് പരിഗണിക്കേണ്ടത് പറഞ്ഞാൽ ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങളിലും ഇല്ലാതെ കേരളത്തിൽ മാത്രം അത് വേണം, കേരളം എന്തോ പ്രിവിലേജ് ഉള്ള സംസ്ഥാനമാണ് എന്നതാണ് ഇപ്പൊ ശശികുമാർ അടക്കം പറഞ്ഞത്. അതെങ്ങനെ പറ്റും? ഭരണഘടനാപരമായിട്ടല്ലേ പറ്റൂ. ലോക്പാൽ നിയമത്തിന്റെ ചുവട് പിടിച്ചല്ലേ പറ്റൂ. ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ചുവട് പിടിച്ചല്ലേ പറ്റൂ. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് ഈ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് നിയമം പാസാക്കാൻ കഴിയുക? അതുകൊണ്ട് അന്വേഷണവും അതുപോലെ തന്നെ കണ്ടെത്തലും വിധി പറയലും ഒരേ ഏജൻസി തന്നെയായി മാറുന്നു ലോകായുക്ത. ഇവിടെ പറഞ്ഞല്ലോ ക്വാസി ജുഡീഷ്യലും അല്ല ക്വാസി ജുഡീഷ്യലും അല്ല. SR ബൊമ്മെ കേസിൽ പരമോന്നത നീതിപീഠം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതായത് ഒരു പരാതി കിട്ടിയാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി അന്വേഷിക്കാനേ അധികാരമുള്ളൂ. അവർ തന്നെ കണ്ടെത്തും, അവർ തന്നെ അന്വേഷണം നടത്തും, അവർ തന്നെ വിധി പറയും. ആ വിധി നടപ്പാക്കി ഒരു ജനപ്രതിനിധിയെ സ്ഥാനഭ്രഷ്ടരാക്കും, അതിൽ അപ്പീലോ ഇല്ല. ആ ഒരു സംവിധാനം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭേദഗതി നിയമനിർമ്മാണം ഒന്ന് വിശദീകരിക്കൂ. നയനാർ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള നിയമനിർമ്മാണത്തിൽ സെക്ഷൻ 12 ക്ലോസ് 3 അനുസരിച്ച് ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുക്കാം. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സെക്ഷൻ 14 പ്രകാരം ആക്ട് ചെയ്യണം. അതനുസരിച്ച് ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സ്ഥാനഭ്രഷ്ടരാക്കുന്ന സാഹചര്യം വരും. അതാണ് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്നും മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത നിയമമാണെന്നും ആ നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ കുറവ് പരിഹരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞത്. ഒറ്റ മിനിറ്റ്, ഇവിടെ അണ്ണൻ തമ്പി എന്നെല്ലാം എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു തീരുമാനത്തിൽ കുറവുകൾ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് കണ്ടെത്തുന്നത്, ഏത് സമയത്താണ് കണ്ടെത്തുന്നത്? ആ കുറവുകൾ ഗവർണർ ഇവിടെ ഇത്തരത്തിൽ ആക്ട് ചെയ്ത് ഗവർണർ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചതുപോലെ കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ടുള്ള കേസെല്ലാം വന്നു. ആ കേസ് വരുമ്പോഴും ഇവിടെ ചർച്ചയായി മാറിയത് കെ.ടി. ജലീലിന് കൃത്യമായിട്ട് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു അവകാശം കിട്ടിയില്ല.
അതുപോലെ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്ന പ്രക്രിയയെല്ലാം ഉണ്ടായത് ഏറ്റവും അവസാനം ഇത്തരത്തിലൊരു ഫൈൻഡിംഗ് എത്തുന്ന സമയത്താണ് നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു അപ്പീൽ പ്രൊവിഷൻ ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായില്ല. അന്ന് മുതൽ ഈ കേരളത്തിൽ ഈ നിയമത്തിന്റെ സാധുതയും ഈ നിയമത്തിലെ ചില സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടു, നിരവധി ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടു. അതുപോലെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം അത് നമ്മളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് നിങ്ങൾ അതിലൊരു പുനരാലോചന നടത്തിയത്. അതല്ലേ സത്യം? അതെങ്ങനെയാണ് ജനങ്ങളോട് വിശദീകരിക്കുക? അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അല്ല, ജനങ്ങളോട് വിശദീകരിക്കാലോ. ഇപ്പോ രാഷ്ട്രപതി തന്നെ 3 മാസം ഹോൾഡ് ചെയ്ത് വേണ്ടത്ര തരത്തിൽ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഈ നിയമം നിയമപരമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് കണ്ടെത്തി തിരിച്ചയച്ചു കഴിയുമ്പോ ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് ഏത് നിയമമുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു വാക്കോ വരിയോ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് കണ്ടെത്തിയാൽ, അങ്ങനെ ഒരു ബോധ്യം വന്നാൽ അത് തിരുത്തുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ബോധ്യം ഏത് ഘട്ടത്തിൽ വരുന്നു, ഏതിലാണ് നിങ്ങളുടെ ബോധ്യം എന്നതിലാണ് നിങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാകുന്നത്. നിങ്ങളൊരു വലിയ തീരുമാനത്തിലേക്കും വലിയ നിയമനിർമ്മാണത്തിലേക്കും നിയമനിർമ്മാണത്തെ കുറിച്ച് വാചാലരാകുന്നു. അതിൽ ലോക്പാലിൽ പ്രധാനമന്ത്രി കൂടി ഉൾപ്പെടേണ്ടതിനെ കുറിച്ച് വാചാലരാകുന്നു. അത് അവനവനെ തൊടുമെന്ന ഘട്ടം വരുമ്പോൾ അത് മാറ്റി നിയമ ഭേദഗതി ഉണ്ടാക്കുന്നു. അതിനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇപ്പോഴും കെ ടി ജലീലിന്റെ വിഷയമാണ് പറയുന്നത്. കെ ടി ജലീൽ എന്തുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളത് കേരളം കണ്ടതാണല്ലോ. അല്ല, അങ്ങിപ്പോ പറയുന്ന വാദം ഈ രാഷ്ട്രപതി അത് റിജക്ട് ചെയ്തിരുന്നുവെങ്കിൽ, അസന്റ് തന്നില്ലായിരുന്നുവെങ്കിൽ സാധുവാണ്. അതായത് കേരളത്തിന്റെ സംസ്ഥാന നിയമ പാസാക്കിയ ബില്ല്, ആ ബില്ലിൽ അടയിരുന്നത് തെറ്റാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും അവസാനം ഒരു വഴിയില്ലാതെ വരുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അയക്കുകയും രാഷ്ട്രപതിക്ക് അയക്കേണ്ട ഒരു വിഷയമല്ല എന്ന് അതുള്ള വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് നിൽക്കുകയും അയക്കേണ്ടത് മാത്രമേ അയക്കാവൂ, അത് ഞങ്ങൾ പിന്നെ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറയുകയും രൂപത്തിൽ ഗവർണർ അതിൽ അടയിരുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ടത്. നിങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ എതിരെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സുപ്രീം കോടതി സർക്കാരിനെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഗവർണറുടെ ചുമതല എന്ന് പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ഏതൊക്കെ ബില്ല് എന്ന് എടുത്തു പറയുകയല്ലോ, ബില്ലുകൾ നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ആ ബില്ലിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രപതി വളരെ നിയമവിദഗ്ധരുമായൊക്കെ ചർച്ച ചെയ്ത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമെന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ വിതൽ ചെയ്തിരിക്കുന്ന മറ്റ് 3 ഭേദഗതികളിലും ആ ആലോചന ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അതിനുകൂടി താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.